നമസ്കാരം. KFCയുടെ 44-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിനകത്ത് ഈ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഈ അപ്രോപ്രിയേഷൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ദ കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷൻ. അതായത് ഓരോ പദ്ധതിക്കും നീക്കി വച്ചിട്ടുള്ള, അതാണല്ലോ നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അപ്രോപ്രിയേഷന്റെ നിയന്ത്രണം, ഒരു കൺട്രോൾ വളരെ ആവശ്യമാണ്. ഇപ്പൊ നീക്കിവെപ്പ് എന്ന് പറയാൻ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ നീക്കിവെപ്പിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ അപ്രോപ്രിയേഷൻ മേലുള്ള നിയന്ത്രണം ധനകാര്യ വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അവസരത്തിനനുസരിച്ച് അത് 3 മാർഗങ്ങളായിട്ടാണ് ഈ കൺട്രോൾ, നിയന്ത്രണം നമ്മൾ ഈ ഒരു ധനകാര്യ വകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലൊന്ന്, ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നു. അതാണ് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അതൊരു കൺട്രോളിംഗ് ടൂളാണ്. മറ്റൊന്ന്, അധിക നീക്കിവെപ്പ് അല്ലെങ്കിൽ അനുബന്ധ നീക്കിവെപ്പ് ഉണ്ടാക്കുക. മൂന്നാമത്തത്, ആവശ്യത്തിൽ അധികമാണ് എന്ന് കാണുന്ന അപ്രോപ്രിയേഷൻ പിൻവലിക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്യും. ആ രീതിയിലൊക്കെയാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഒരു പദ്ധതിക്കോ കാര്യങ്ങൾക്കോ വേണ്ടി നീക്കി വച്ചിട്ടുള്ള തുക അതൊരു കൺട്രോൾ ചെയ്യുന്ന രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് റീ അപ്രോപ്രിയേഷനാണ്. റീ അപ്രോപ്രിയേഷൻ. അപ്പോൾ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബജറ്റിൽ ഒരു വകുപ്പിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനോ വകയിരുത്തിയ ഒരു തുക അവിടുത്തെ ആവശ്യങ്ങൾക്കായിട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ആ മിച്ചം വരുന്ന തുക മറ്റൊരാവശ്യത്തിനായിട്ട് മാറ്റി വിനിയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ഈ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ വകമാറ്റി ചെലവഴിക്കൽ എന്ന് പറയും. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തെ ബജറ്റ് അനുവദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ഹെഡുകളിൽ ആവശ്യത്തിൽ കൂടുതൽ പണം വകയിരുത്തപ്പെടുകയോ മറ്റ് ചിലതിൽ പണം തികയാതെ വരികയോ ചെയ്യാറുണ്ട്. ബഡ്ജറ്റിൽ തുക വകയിരുത്തുമ്പോൾ ആണ് പറയുന്നത്. ഇപ്പം ചില ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും, ചില ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ ആവശ്യത്തിൽ കുറവുമായിരിക്കും. ഈ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും പോയി അധിക ഫണ്ട് ചോദിക്കുന്നതിന് പകരം നിലവിലുള്ള തുകയിൽ നിന്ന് തന്നെ ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ റീ അപ്രോപ്രിയേഷൻ ശരിക്കും ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞതാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഈ സാധാരണയായിട്ട് ഒരേ ഗ്രാൻഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരേ പ്രധാന ഹെഡിനുള്ളിൽ മാത്രമേ ഇത് ചെയ്യാവൂ. ഈ വകമാറ്റൽ ഗ്രാൻഡിൽ നിന്ന് വേറൊരു ഗ്രാൻഡിലേക്ക് പാടില്ല. അപ്പോൾ ഒന്നുകിൽ പിന്നെ ഒരു ഗ്രാൻഡിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാന ഹെഡിൽ, ഒരു മേജർ ഹെഡിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടുള്ളൂ. മാത്രമല്ല, ഇത് ഏകപക്ഷീയമായിട്ട് ചെയ്യാനും പറ്റൂല. ഒന്നുകിൽ ധനകാര്യ വകുപ്പിന്റെയോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതി ആവശ്യമാണ്. അതാണ് ഒന്ന്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് മാത്രമേ ഈ റീ അപ്രോപ്രിയേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതാണ് നമ്മൾ ശരിക്കും എന്താ പറയേണ്ടത്, ഈ റീ അപ്രോപ്രിയേഷൻ എന്ന ഇതിലേക്ക് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇനിയിപ്പോൾ ഒരു ഗ്രാൻഡിനുള്ളിലെ തന്നെ മൈനർ ഹെഡുകൾക്കിടയിലെ റീ അപ്രോപ്രിയേഷൻ, അത് ശരിക്കും പൂർണ്ണമായിട്ടും പറയുമ്പോൾ അത് ധനകാര്യ വകുപ്പിന്റെ അധികാരത്തിൽ പെടുന്നതാണ്. മറ്റൊന്ന്, ഒരു മൈനർ ഹെഡിന് താഴെയുള്ള ഹെഡുകൾ തമ്മിൽ റീ അപ്രോപ്രിയേഷൻ നടത്തുന്നതിനുള്ള അധികാരം സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പുകൾ, നമ്മൾ 9-ാം അപ്പൻഡിക്സിൽ വിശദീകരിച്ചിട്ടുള്ള
ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതില്? മൈനർ ഹെഡിന് താഴെയുള്ള ഹെഡുകൾ തമ്മിലുള്ള റീഅപ്രോപ്രിയേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരേ ഗ്രാൻഡിലെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഗ്രാൻഡുകൾ തമ്മിൽ റീഅപ്രോപ്രിയേഷൻ ഇല്ല, ഗ്രാൻഡിനുള്ളിൽ തമ്മിലാണ്. അപ്പോൾ ഒരേ ഗ്രാൻഡിലെ ക്യാപിറ്റൽ റവന്യൂ വിഭാഗങ്ങൾ തമ്മിലും പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ അലോക്കേഷൻ, അപ്രോപ്രിയേഷൻ, പിന്നെ റവന്യൂ അപ്രോപ്രിയേഷൻ, ഇത് തമ്മിൽ ഉള്ള പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ന്യൂ സർവീസിന്റെ ചെലവിലേക്കും ഈ റീഅപ്രോപ്രിയേഷൻ അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രാൻഡിലെ ക്യാപിറ്റൽ റവന്യൂ വിഭാഗങ്ങൾ തമ്മിലും അത് പറ്റൂല. ക്യാപിറ്റൽ റവന്യൂ വിഭാഗങ്ങൾ ഒരേ ഗ്രാൻഡിനുള്ളിലുള്ളതാണെങ്കിലും ക്യാപിറ്റൽ റവന്യൂ വിഭാഗങ്ങൾ തമ്മിൽ റീഅപ്രോപ്രിയേഷൻ പാടില്ല. രണ്ടാമത്, ആ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ന്യൂ സർവീസിന്റെ ചെലവിലേക്കും റീഅപ്രോപ്രിയേഷൻ അനുവദനീയമല്ല. ഇപ്പൊ ന്യൂ സർവീസ് എന്ന് പറയുന്നത് ആ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാത്ത ഒരു പദ്ധതിയാണ് നമുക്ക് ഈ ന്യൂ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൊതുമരാമത്ത്, പൊതുജനാരോഗ്യ, എഞ്ചിനീയറിംഗ് വകുപ്പുകളിലെ സൂപ്രണ്ടന്റ് എഞ്ചിനീയർമാർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും തങ്ങളുടെ നിയന്ത്രണത്തിൽ വിട്ടിരിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം മൈനർ ഹെഡിന് കീഴിലുള്ള ഹെഡുകൾ തമ്മിൽ റീഅപ്രോപ്രിയേഷൻ നടത്താറുണ്ട്. അവർക്ക് അതിനുള്ള ഒരു പവർ ഉണ്ട്. സാധാരണഗതിയിൽ ഈ പൊതുമരാമത്തും പൊതുജനാരോഗ്യ, എഞ്ചിനീയറിംഗും പിന്നെ ഫോറസ്റ്റ് അവർക്കാണ് ഒരു പ്രത്യേക പവർ ഇത്തരം കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള മൈനർ ഹെഡിന് കീഴിലുള്ള ഹെഡുകൾ തമ്മിൽ ഈ റീഅപ്രോപ്രിയേഷൻ നടത്താനുള്ള അധികാരം പൊതുമരാമത്തിലെയും വകുപ്പിലെയും പൊതുജനാരോഗ്യ, എഞ്ചിനീയറിംഗ് വകുപ്പുകളിലെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാർക്കും പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും അവകാശം കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ റീഅപ്രോപ്രിയേഷൻ നടത്താനുള്ള ഒരു പവർ. ഇനി റീഅപ്രോപ്രിയേഷൻ അനുവദിക്കുമ്പോൾ റീഅപ്രോപ്രിയേഷൻ അനുമതി നൽകുന്ന അധികാരി ഒരു ഫോം ഉണ്ട്. അതായത് KBM 22, കേരള ബഡ്ജറ്റ് മാനുവൽ 22-ൽ അതിൻ്റെ നടപടി തയ്യാറാക്കി അതിൻ്റെ ഒരു പകർപ്പ്, ഒരു കോപ്പി AGക്ക്, അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത് സപ്ലിമെന്ററി ഗ്രാൻഡിനെ പറ്റിയാണ്. ഇപ്പൊ സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സേവനത്തിനോ ചുമതലയ്ക്കോ ആ വർഷത്തിൽ നേരത്തെ തന്നെ അനുമതി നൽകിയിരിക്കുന്ന തുകയ്ക്ക് ഉപരിയായിട്ട് നിയമസഭ അനുവദിക്കുന്ന തുകയാണ് ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ 205-ാം വകുപ്പ് അനുസരിച്ചാണ് ബജറ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ന്യൂ സർവീസിന്റെ ചെലവിന് വേണ്ടിയും ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് അനുവദിക്കാം. ഒന്നുകിൽ ഒരു പ്രൊജക്റ്റിൽ ബഡ്ജറ്റിൽ ഒരു തുക അനുവദിച്ചു, അതിന് പുറമെ അനുവദിക്കുന്ന തുകയാണ് ആ പ്രൊജക്റ്റിന് വേണ്ടി, ഒരുപക്ഷെ ആ തുക മതിയാവാതെ വരുന്നത് കൊണ്ടാണ് അതിന് പുറമെ അനുവദിക്കുന്ന ഗ്രാൻഡാണ് സപ്ലിമെന്ററി ഗ്രാൻഡ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ന്യൂ സർവീസിന്റെ ചെലവിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് അനുവദിക്കാവുന്നതാണ്. ഇപ്പൊ എപ്പോഴാണ് ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് ആവശ്യമായി വരുന്നതെന്ന് വെച്ചാൽ, അതിപ്പോ ഞാൻ പറഞ്ഞു തന്നെ, ആ വർഷത്തേക്ക് ഒരു പ്രത്യേക സേവനത്തിന് ചെലവഴിക്കുമ്പോൾ വേണ്ടി അനുമതി നൽകിയ സംഖ്യ കുറവാണെന്ന് കാണപ്പെട്ടാൽ ഒരു സപ്ലിമെന്ററി ഗ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, നിലവിലുള്ള സാമ്പത്തിക വർഷത്തിൽ വർഷത്തേക്കുള്ള ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ന്യൂ സർവീസിനായി അവിടെ അധിക പണച്ചെലവിനുള്ള ആവശ്യം വന്നതാണ്. ആ ന്യൂ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ഒന്നായിരിക്കും. അങ്ങനെ ഒരു ന്യൂ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് അനുവദിക്കാവുന്നതാണ്. ഇപ്പൊ സപ്ലിമെന്ററി ഗ്രാൻഡിനുള്ള ഒരു പ്രൊപ്പോസൽ ഉണ്ട്. അത് ആ നിർദ്ദേശം വയ്ക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ്.
ഇപ്പോൾ സപ്ലിമെന്ററി ഗ്രാന്റ് അനുവദിക്കുന്നതും ആരാണ്? നിയമസഭയാണ്. അപ്പോൾ സപ്ലിമെന്ററി ഗ്രാന്റിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യം ഉത്ഭവിക്കുമ്പോൾ തന്നെ, ഉണ്ടാകുമ്പോൾ തന്നെ ഗവൺമെന്റിന് ഭരണവകുപ്പിൽ സമർപ്പിക്കണം. ആ ഭരണവകുപ്പ് നിർദ്ദേശം പരിശോധിക്കുകയും അതിൻ്റെ ശുപാർശകളോടൊപ്പം ധനകാര്യ വകുപ്പിന് കൈമാറുക ചെയ്യുന്നു. ആ ധനകാര്യ വകുപ്പാണ് ഇത് നമ്മൾ ഈ സപ്ലിമെന്ററി ഗ്രാന്റ് ശരിക്കും, നിയമസഭയല്ല സോറി, സപ്ലിമെന്ററി ഗ്രാന്റ് ധനകാര്യ വകുപ്പാണ് ശരിക്കും അനുവദിക്കുന്നത്. അപ്പോൾ ആ ധനകാര്യ വകുപ്പ് പിന്നെ എന്തിനു വേണ്ടി? ആദ്യത്തെ ധനനീക്കിയിരിപ്പ് അപര്യാപ്തമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സപ്ലിമെന്ററി ഗ്രാന്റ് വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്തെങ്കിലും അധികം, എവിടെയെങ്കിലും അധികമുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും വകുപ്പുകളിൽ അനുവദിച്ച ഗ്രാന്റ് അധികമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ധനകാര്യ വകുപ്പ് ശരിക്കും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 205 വകുപ്പ് അനുസരിച്ച് ഈ നിയമസഭയിലെ ഒരു ഉപധനാഭ്യർത്ഥന, അതായത് സപ്ലിമെന്ററി ഗ്രാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന നിയമസഭയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് റിസംഷനെ കുറിച്ചാണ്. റിസംഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് വീണ്ടെടുക്കൽ എന്നാണ് റിസംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പിന്നെ ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ വകുപ്പുകൾക്ക് ഇതിനകം അനുവദിച്ച തുക, അതാണല്ലോ നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സർക്കാർ വകുപ്പുകൾക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച തുകയാണ് അപ്രോപ്രിയേഷൻ. അത് തിരികെ പിടിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും റിസംഷൻ. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ള തുകയിൽ ചെലവാക്കാതെ അവശേഷിക്കുന്ന തുകയുണ്ടെങ്കിൽ അത് വകുപ്പുകളിൽ നിന്ന് തിരിച്ചെടുത്ത് സർക്കാരിൻ്റെ പൊതുഖജനാവിലേക്ക്, അതാ കൺസോൾട്ടഡ് ഫണ്ടിലേക്ക് ലയിപ്പിക്കുന്ന രീതിയാണ് ഈ റിസംഷൻ എന്ന് പറയുന്നത്. അതായത് വർഷത്തിൻ്റെ അവസാനത്തിൽ, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ പല വകുപ്പുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതിൽ ചെലവാക്കാതെ അവശേഷിക്കുന്ന തുകയുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചിട്ട് കൺസോൾട്ടേറ്റഡ് ഫണ്ടിലേക്ക് ലയിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ റിസംഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബജറ്റിൽ വകയിരുത്തിയ തുക അതാത് സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് വകുപ്പുകൾക്ക് അത് ചെലവാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സർക്കാർ ഈ നടപടി, അത് തിരിച്ചുപിടിക്കൽ നടപടി, റിസംഷൻ നടത്തുന്നത്. ഈ റിസംഷൻ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, തിരിച്ചുപിടിക്കൽ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ അത് വകുപ്പുകളുടെ പക്കൽ വെറുതെ കിടക്കുന്നത് ഒഴിവാക്കണം നമ്മൾ. അത് ഒഴിവാക്കിയാൽ എന്ത് പറ്റും? അത് മറ്റു ആവശ്യങ്ങൾക്കോ സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഈ കണക്കുകൾ വ്യക്തമാക്കാനും യഥാർത്ഥത്തിൽ ചിലവായ തുക എത്രയാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താനും ഇത് സഹായിക്കും. എന്ത് സഹായിക്കും? ഈ റിസംഷൻ സഹായിക്കും. ഇതാണ് റിസംഷനെ പറ്റി അപ്പം മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. റിസംഷൻ എന്ന് പറഞ്ഞാൽ പണം തിരിച്ചു പിടിക്കലാണ്, എന്നിട്ട് കൺസോൾട്ടേറ്റഡ് ഫണ്ടിലേക്ക് അല്ലെ മറ്റേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ബഡ്ജറ്റിൽ ഇപ്പം നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ന്യൂ സർവീസ് എന്താണെന്ന് ഒന്നുകൂടി പറയാം. ന്യൂ സർവീസിനെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ന്യൂ സർവീസ് എന്ന് പറയുന്നത് അതൊരു പുതിയ സേവനം. സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ചിലവുകളും വിശദമായി പറയാറുണ്ട്. എന്നാൽ ബജറ്റ് പാസാക്കിയ ശേഷം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്ന പുതിയ വികസന പരിപാടികളിലോ ചെലവുകൾ വേണ്ടി വന്നാൽ അതിനെയാണ് നമ്മൾ ന്യൂ സർവീസ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ അതിനെ ന്യൂ ഇൻസ്ട്രുമെന്റ് സർവീസ് എന്നുകൂടി, ഇൻസ്ട്രുമെന്റ് ഓഫ് സർവീസ്, ന്യൂ ഇൻസ്ട്രുമെന്റ് ഓഫ് സർവീസ് എന്നും വിളിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബജറ്റിൽ ഒട്ടും വകയിരുത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ബജറ്റിലെ തുകയേക്കാൾ വലിയ മാറ്റം വരുന്ന ഒരു പുതിയ പദ്ധതിയോ സേവനമോ ആണ് ഈ ശരിക്കും ന്യൂ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ന്യൂ സർവീസിന് ഒരു പുതിയ ആശുപത്രി കെട്ടിടം പണിയാൻ ബജറ്റിൽ പണം അനുവദിച്ചിട്ടില്ലാത്ത പക്ഷം പെട്ടെന്ന് ആവശ്യമായി ഒരു ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിനെ നമുക്ക് ഒരു ന്യൂ സർവീസായിട്ട് കണക്കാക്കാം. അപ്പോൾ ന്യൂ സർവീസിന് എങ്ങനെയാ പിന്നെ ധനസഹായം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ സേവനത്തിന് ബഡ്ജറ്റിൽ പണം ഇല്ലാത്തത് കൊണ്ട് ഇതിന് നിയമപരമായി അംഗീകാരം ലഭിച്ച ശേഷം മാത്രമേ പണം ചെലവാക്കാൻ കഴിയൂ. ഇതിനാണ് നമ്മൾ ഇതിനുള്ള വഴികളാണ്, ഒന്ന് സപ്ലിമെന്ററി ബജറ്റ്. ഇപ്പം നിയമസഭയിൽ സപ്ലിമെന്ററി ഡിമാൻഡുകൾ അവതരിപ്പിച്ച് നിയമസഭയുടെ അംഗീകാരം വാങ്ങുകയാണ് ഏറ്റവും ശരിയായ മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂ സ്കീമുകൾക്ക്, ന്യൂ സർവീസുകൾക്ക് ആവശ്യമായ സപ്ലിമെന്ററി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ട് അംഗീകാരം വാങ്ങണം. നിയമസഭയുടെ അംഗീകാരം ലഭിച്ചാൽ നമുക്ക് ഈ സംഭവം, ആ ന്യൂ സർവീസിനുള്ള പണം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പിൻവലിക്കാം. ഇനി നമുക്ക് പറയാനുള്ള ഒന്ന് കണ്ടിൻജൻസി ഫണ്ടിനെ കുറിച്ചാണ്. കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത് അടിയന്തരമായിട്ട് പണം ആവശ്യമാണെങ്കിൽ, നിയമസഭാ സമ്മേളനത്തിൽ അല്ലാത്തപ്പോഴാണ്, നിയമസഭാ സമ്മേളനം ആണെങ്കിൽ വ്യത്യാസമുണ്ട്. അടിയന്തരമായി പണം ആവശ്യമാണ്, നിയമസഭാ സമ്മേളനത്തിലല്ല, അപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന സമയമല്ല എങ്കിൽ സർക്കാരിൻ്റെ കണ്ടിൻജൻസി ഫണ്ട് വഴി അഡ്വാൻസ് എടുക്കാം. പിന്നീട് സഭ ചേരുമ്പോൾ സപ്ലിമെന്ററി ഗ്രാന്റ് വഴി ഈ പണം തിരികെ ഫണ്ടിലേക്ക് അടയ്ക്കണം. അതാണ്. അപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വേണം ഇതിന്. ഏതൊരു പുതിയ സേവനത്തിനും ധനകാര്യ വകുപ്പിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ഇനി കണ്ടിൻജൻസി ഫണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ, അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാർ നടത്തുന്ന അപ്രതീക്ഷിത ചെലവുകൾക്കായിട്ട് നീക്കി വച്ചിരിക്കുന്ന ഒരു സുരക്ഷാ ഫണ്ടാണ് ശരിക്കും ഈ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 267(2) പ്രകാരമാണ് ഈ ഫണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫണ്ടിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ, സാധാരണഗതിയിൽ ബജറ്റിൽ വകയിരുത്താത്തതോ എന്നാൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതോ ആവശ്യമായ കാര്യങ്ങൾ വരുമ്പോൾ നിയമസഭയുടെ അംഗീകാരം ലഭിക്കുന്നത് വരെ കാത്തിരിക്കാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് നമുക്ക് ഏതിൽ നിന്ന് ഉപയോഗിക്കാം? ഈ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് പണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫണ്ട് ശരിക്കും ഗവർണറുടെ അധീനതയിലായിരിക്കും ഉണ്ടാവുക. സർക്കാരിന് ഇതിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ കഴിയില്ല. കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് സർക്കാരിന് നേരിട്ട് പണം പിൻവലിക്കാൻ കഴിയില്ല. മറിച്ച് ധനകാര്യ വകുപ്പ് മുഖേന, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന ഗവർണറുടെ മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം. അപ്പോൾ ഇത് ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ നൽകുന്ന, കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് നൽകുന്ന തുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് മാത്രമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. നിയമസഭയുടെ അംഗീകാരം ലഭിച്ച ശേഷം മാത്രമേ ഈ തുക പൂർണ്ണമായിട്ട് ചെലവാക്കാൻ കഴിയൂ. ഈ ഫണ്ടിൽ നിന്നും തുക പിൻവലിച്ചു കഴിഞ്ഞാൽ, ചെലവാക്കി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലെ സപ്ലിമെന്ററി ഡിമാൻഡുകൾ വഴിയിട്ട് ആ തുക നിയമസഭ പാസ്സാക്കി എടുക്കണം. അതിനുശേഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പിൻവലിച്ച് തിരികെ കണ്ടിൻജൻസി ഫണ്ടിലേക്ക് നിക്ഷേപിക്കണം. ഇത്രയും പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഇത് തൽക്കാലത്തേക്കൊരു എമർജൻസി കേസിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അത് ഗവർണറുടെ കൺട്രോളിലാണ് കണ്ടിൻജൻസി ഫണ്ട് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം ഗവർണറുടെ അടുത്തു നിന്നാണ്, അതും ഗവർണറെ സമീപിച്ചിട്ടാണ് ഈ തുക പിൻവലിക്കുന്നത്. ആ പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഇത് പിന്നെ
തിരിച്ച് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചിട്ട് ഈ ഫണ്ടിൽ നിന്നും തുക പിൻവലിച്ച് ചെലവാക്കി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ സപ്ലിമെന്ററി ഡിമാൻഡുകൾ നിയമസഭയിൽ വെക്കും, അത് പാസ്സാക്കിയെടുക്കും. അത് പാസ്സായി കഴിഞ്ഞാൽ എവിടുന്ന് പിൻവലിക്കാം? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പിൻവലിക്കാം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് അത്തരത്തിൽ പാസ്സാക്കിയതിന് ശേഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും എമൗണ്ട് പിൻവലിച്ചിട്ട് തിരിച്ച് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുത്ത തുക അങ്ങോട്ട് അടയ്ക്കണം നമ്മൾ. ഇപ്പോൾ പൊതുവെ ഈ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, പിന്നെ എന്തെങ്കിലും മഹാമാരികൾ, അപ്പോൾ അങ്ങനെയുള്ള ബജറ്റ് പാസ്സാക്കിയതിന് ശേഷം ഉയർന്നു വരുന്ന ആവശ്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ പുതിയൊരു അടിയന്തര പദ്ധതിക്ക് തുടക്കം കുറിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കോടതി വിധികൾ നടപ്പിലാക്കുന്നതിനായിട്ട് പെട്ടെന്ന് പണം ആവശ്യമായി വന്നു. അപ്പം ഇത്തരത്തിലൊക്കെ വേണ്ടപ്പോൾ ഒരു ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടിൻജൻസി ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടിൻജൻസി ഫണ്ട് എന്തെന്ന് പറയുന്നത് ശരിക്കും ഒരു ഇടക്കാല ക്രമീകരണത്തിൽ വേണ്ടിയിട്ടാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രധാന വരുമാനങ്ങളും ചെലവുകളും ഉൾക്കൊള്ളുന്ന ഫണ്ടാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട്. അതിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ നിയമസഭയുടെ അംഗീകാരം വേണം. എന്നാൽ കണ്ടിൻജൻസി ഫണ്ടിൽ അടിയന്തര ഘട്ടങ്ങളിൽ നിയമസഭയുടെ അംഗീകാരം കിട്ടുന്നത് വരെ പണം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക കരുതൽ ധനമാണ് ശരിക്കും ഈ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിൻജൻസി ഫണ്ടും. ഇനി മറ്റൊരു ടേം നമുക്കിവിടെ പറയാനുള്ളത് എക്സസ് ഗ്രാൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ അധിക ഗ്രാൻഡ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 205 വകുപ്പ് അനുസരിച്ച് ഒരു സാമ്പത്തിക ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും സേവനത്തിന് വന്നു ചേർന്ന യഥാർത്ഥ ചെലവ് ആ സേവനത്തിന് ആ വർഷം അനുവദിച്ച തുകയേക്കാൾ അധികമായാൽ, അതായത് ചെലവ് യഥാർത്ഥത്തിലുള്ള ഗ്രാൻഡിനേക്കാൾ അധികമാണെന്ന് സാമ്പത്തിക വർഷം അവസാനിച്ച ശേഷം ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം അധിക ചെലവ് നിയമസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയും അധിക ഗ്രാൻഡ് നേടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയോ പ്രൊജക്റ്റോ ഒക്കെ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രത്യേക എമൗണ്ട് അനുവദിച്ചു, പക്ഷേ ആ എമൗണ്ട് മതിയായില്ല, അധിക ചെലവ് വേണ്ടി വന്നു. ആ അധിക ചെലവ് വേണ്ടി വന്നത് അധികമാണെന്ന് സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെടുന്നതെങ്കിലും നമുക്ക് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം നിയമസഭയുടെ മുമ്പിൽ ഇക്കാര്യം വെച്ചിട്ട് എക്സസ് ഗ്രാൻഡ് നിയമസഭയുടെ അനുമതിയോടെ നേടിയെടുക്കാവുന്നതാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പിന്നെ ചാപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പിന്നെ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റിലെ കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷനാണ്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.